പിന്നെ അള്ളാഹു ബഹുമാനിക്കാൻ ആദരിക്കാൻ തീരുമാനിച്ചതായ ഈ നാടിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയിട്ട് ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും ഉണ്ടാക്കിയതിൽ പെട്ടതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്നുണ്ടാക്കി എന്നത്. അമ്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാം പഠിച്ചത്? നിർഭയത്വമുള്ള ഭൂമിയാക്കി മാറ്റി എന്നത്. ഈ നിർഭയത്വമുള്ള ഭൂമിയാക്കി മാറ്റിയതിന് അള്ളാഹു അവൻ ഇംതിനാനായിട്ട് എണ്ണിപ്പറഞ്ഞിരുന്നു ഖുർആനിൽ. അവലം നുമക്കില്ലഹും ഹറമൻ ആമിനൻ യുജുബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ റിസ്ഖം മിൻ ലദുന്നാ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അവർക്ക് ഈ ഹറമിനെ ആമിനാക്കി നാം മാറ്റിക്കൊടുത്തില്ലേ? അവർക്ക് അള്ളാഹു ചെയ്തതായ അനുഗ്രഹമായി അള്ളാഹു എണ്ണി പറയുകയാണ്. അവരെന്ന് പറഞ്ഞാൽ നാം മുസ്ലിങ്ങൾക്ക് നാം ഹറമിനെ ആമീനാക്കിയില്ലേ? അവർക്ക് തംകീൻ ചെയ്തില്ലേ? അവരുടെ കസ്റ്റഡിയിലുള്ള നാടാക്കി അവർക്ക് വേണ്ടതുപോലെ എല്ലാ നിലക്കും ധൈര്യസമേതം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവാൻ, തൽബിയത്ത് ചെല്ലുവാൻ, തവാഫ് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, സഈ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാക്കി മാറ്റി തന്നില്ലേ? ഇതിൻ്റെ പ്രത്യേകത അറിയണമെങ്കിൽ സുരക്ഷിതത്വമില്ലാത്ത, നിർഭയത്വമില്ലാത്ത മറ്റു നാടുകളിലേക്ക് ശ്രദ്ധ ചെലുത്തിയാലേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പന പാലിക്കാത്ത വിഭാഗത്തിന് ചുട്ടുചാമ്പലാക്കിയ പല നാടുകൾ ഇതിൻ്റെ പരിസരത്തിലുണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ സൂചനയാണ് നിങ്ങൾക്ക് ഞാൻ ആമീനായ ഭൂമിയാക്കി തരുകയും എന്നിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് കാബയുടെ പരിസരത്തിലേക്ക് മക്കയിലേക്ക് ഉൽപ്പന്നങ്ങളെ ഞാൻ ശേഖരിച്ച് എത്തിച്ചു തരുകയും ചെയ്തില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നു വിശുദ്ധ ഫുർഖാൻ അലീമിൽ. അത് യഥാർത്ഥത്തിൽ അതിന് നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിക്കും പോലെ, അതിന് പകരം നിങ്ങളെന്ത് ചെയ്തു? ഇബ്രാഹിം ആവശ്യപ്പെട്ടല്ലോ അവർക്ക് ഇത് നീ ചെയ്തു കൊടുക്കേണ്ടത് അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന്. ആ നന്ദി നിങ്ങളിൽ ഉണ്ടായോ എന്നുള്ള ചോദിക്കും പോലെ. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അധിക പേരും അറിയുന്നില്ല, അധിക പേരും ഗ്രഹിക്കുന്നില്ല, അധിക പേരും ഈ ഗൗരവം, ഇത്ര പ്രാധാന്യം മക്കയ്ക്ക് നൽകുന്നില്ല, അത് ഉൾക്കൊള്ളുന്നില്ല. മക്കയിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ അവർ പഠിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഭൂമിയാണ് ഈ വിശുദ്ധ നാടാകുന്ന മക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വിശുദ്ധ മക്കയോട്, ഇന്നക ലഖൈറു അർളില്ലാഹ്, അള്ളാഹിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് നീയേ മക്കേ. വഅഹബ്ബു അർളില്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ച ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണ്, ഉത്തമമായ ഭൂമിയാണ്, ഇഷ്ടമുള്ള ഭൂമിയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, എന്നെ നിന്നിൽ നിന്നിട്ട് എൻ്റെ നാട്ടുകാർ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പുറത്തു പോവുകയില്ലായിരുന്നേനെ. നാട്ടുകാർ ഇവിടുന്ന് നാട് കടത്തിയത് കൊണ്ട് പോയതാണ്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കി പോവുകയില്ലായിരുന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ വേളയിൽ പ്രയാസത്തോടു കൂടി പറഞ്ഞതായ ഭാഗങ്ങൾ ബുഖാരിയിലും മറ്റും കാണുന്ന ഭാഗമാണ്. ഈ നാട്ടിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഇവിടെ ദജ്ജാൽ പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ, ഭൂമിയിലുള്ള സർവ്വ സ്ഥലത്തും ദജ്ജാൽ കടക്കുക തന്നെ ചെയ്യും, പ്രവേശിക്കുക തന്നെ ചെയ്യും. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിച്ചതായ സൃഷ്ടികളിൽ ഏറ്റവും അപകടമുള്ളൊരു സൃഷ്ടിയാണ് അവൻ. ഏറ്റവും വലിയ പരീക്ഷണമാണ് അവൻ വരുന്ന കാലഘട്ടത്തിലുള്ളതായ സമൂഹത്തിന്. അതുകൊണ്ട് തന്നെ എല്ലാ ഉമ്മത്തുകൾക്കും വാണിംഗ് നൽകാറുണ്ടായിരുന്നു, മുന്നറിയിപ്പ് നൽകാറുണ്ടായിരുന്നു പണ്ട് തന്നെ നബിമാരിലൂടെ. നിങ്ങളുടെ കാലഘട്ടത്തിൽ ദജ്ജാൽ വരികയാണെങ്കിൽ അവനെ സൂക്ഷിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ദജ്ജാലിനെ തൊട്ട് കാവലിനെ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചു. നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം കാവലിനെ ചോദിക്കുന്നു, ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന്. അവൻ എല്ലാ സ്ഥലങ്ങളിലും ചെല്ലും, ഇല്ലാ മക്കത വൽ മദീന, മക്കയും മദീനയും ഒഴിച്ച്. എന്തുകൊണ്ട്? മക്കയിലും മദീനയിലുമുള്ളതായ എല്ലാ വാതിലുകളിലും മലക്കുകൾ അണിയണിയായി നിൽക്കുന്നുണ്ട്, അതിന് കാവൽഭടന്മാരായി നിൽക്കുന്നുണ്ട്. മദീനയിൽ
3 കിലുക്കപ്പെടും. ആ സന്ദർഭത്തിൽ അവിടെയുള്ളതായ അന്നത്തെ കാലഘട്ടത്തിലുള്ള കാഫിരീങ്ങളും കപടവിശ്വാസികളും പുറത്തിറങ്ങി പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് ഈ വിശുദ്ധ ഭൂമിയെ ആദരിച്ച ബഹുമാനിച്ച ഭാഗത്തിൽപ്പെട്ടതാണ് എന്ത്? ദജ്ജാൽ കടക്കുകയില്ല എന്ന് പറഞ്ഞത്. അത് മക്കയ്ക്കും മദീനയ്ക്കും ഉള്ളതാണ്. മക്കയ്ക്ക് കുറേ പ്രാധാന്യങ്ങളുണ്ട്, അത് മദീനയ്ക്കില്ല. മദീനയ്ക്ക് ചില പ്രാധാന്യങ്ങളുണ്ട്, അത് മക്കയ്ക്കില്ല. അങ്ങനെ ബാലൻസ് ശരിയാക്കി പഠിക്കൽ നല്ലതാണ്. മക്കയുടെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ ബാലൻസ് ശരിയാക്കി പഠിക്കൽ നല്ലതാണ്. മക്ക മൊത്തത്തിൽ ഇത്ലാഖൻ ലോകത്തിൽ അല്ലാഹ് സൃഷ്ടിച്ച ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ ഭൂമി അതാണ്. സൂര്യപ്രകാശം പോലെ ഉദിച്ചു കഴിഞ്ഞാൽ ഉദിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. അത്രയും പ്രകടമായി അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ ആയത്ത് നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഖുർആനിലൂടെ തുടക്കത്തിൽ തന്നെ. അതുപോലെ മദീനയും അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഭൂമിയാണ്. നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല ഇപ്പോൾ അത്. എങ്കിലും മദീനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്, അത് മക്കയ്ക്കില്ല എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. അത് ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളൽ നല്ലതാണ്. എന്നാൽ മക്ക മദീനയെ പോലെ തന്നെ ഈമാനിൻ്റെ അഭയകേന്ദ്രമാണ്. റസൂൽ പറയുന്നു, ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബ, ഈ വിശുദ്ധ മതം ആരംഭിച്ചത് അപരിചിത മതമായിട്ടാണ്. വസയഊദു ഗരീബ കമാ ബദ, തുടങ്ങിയതുപോലെ അപരിചിത മതമായിട്ട്, ഉൾക്കൊള്ളാൻ ആളില്ലാത്ത, അംഗീകരിക്കാൻ ആളില്ലാത്ത അപരിചിത മതമായിട്ട് ഈ മതം മടങ്ങുകയും ചെയ്യും. വഹുവ യഇദിസു ബൈനൽ മസ്ജിദൈൻ, 2 പള്ളിയുടെ മധ്യത്തിൽ അത് അഭയം തേടും. കമാ തഅരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ട് അഭയം തേടും പോലെ 2 പള്ളി കൊണ്ട് വിവക്ഷ മക്ക മദീന പള്ളിയാണ്. മക്കയുടെ വിശുദ്ധ മക്കയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അതിലുള്ള നമസ്കാരത്തിന് മറ്റു നാടുകളിൽ നമസ്കരിക്കുമ്പോൾ ഉള്ളതായ പ്രത്യേകത പോലെയല്ല. റസൂൽ പറയുന്നു, സലാത്തും ഫീ മസ്ജിദി അഫ്ളലു മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാ, എൻ്റെ പള്ളിയിലുള്ളതായ ഒരു നമസ്കാരം ഇതര പള്ളികളിലുള്ളതായ 1000-ൽ പരം നമസ്കാരത്തേക്കാൾ പ്രാധാന്യം ഉള്ളതാണ്. 1000-ൽ പരം നമസ്കാരത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് മദീനയിലുള്ളതായ പള്ളിയിലുള്ള നമസ്കാരം, ഒരു നമസ്കാരം. വസലാത്തും ഫിൽ മസ്ജിദിൽ ഹറാം, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിലുള്ള ഒരു നമസ്കാരം അഫ്ളലു മിൻ മിഅത്തി അൽഫി സലാത്തിൻ ഫീമാ സിവാ, ഇതര പള്ളികളിലുള്ളതായ പള്ളികളുള്ള നമസ്കാരത്തിനേക്കാൾ 1,00,000-ൽ പരം പ്രാധാന്യമുള്ളതാണ്. പരം അഫ്ളൽ 1,00,000-ൽ പരം പ്രാധാന്യമുള്ളതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു. ഇത് ഹജ്ജിന് വേണ്ടി വരുന്നവരാവട്ടെ, ഉംറയ്ക്ക് വേണ്ടി വരുന്നവരാവട്ടെ, മക്കയിൽ ജീവിക്കുന്നവരാവട്ടെ, എല്ലാവരും അത് പരിഗണിച്ചുകൊണ്ട് ആ പ്രാധാന്യം നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഇത് മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പള്ളിക്ക് മാത്രമാണോ, മക്കയ്ക്ക് ആ സകലമാണോ എന്നതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുണ്ട്. മക്കയ്ക്ക് ആ സകലമാണെന്ന് പറഞ്ഞവരും പണ്ഡിതന്മാരുടെ കൂടെയുണ്ട്. മക്കയിൽ വെച്ചിട്ട് അന്യമായി അനിസ്ലാമികമായ ഒരു പാപങ്ങളും ഒരു കുറ്റങ്ങളും ഒരു ദോഷങ്ങളും അക്രമമോ അനീതിയോ തട്ടിപ്പോ വെട്ടിപ്പോ അനാചാരമോ തോന്നിവാസമോ കളവോ വഞ്ചനയോ ഒന്നും തന്നെ അരുത് അരുത് അരുത്. കൊല ശിർക്ക് തൊട്ട് ആരംഭിച്ച് അതിന് താഴെയുള്ള എല്ലാ കുറ്റങ്ങളും ഇവിടെ അരുത്, ഇവിടെ പാടുള്ളതല്ല. ശിർക്ക് ചെയ്യുന്നവർ ഇവിടെ കടക്കാൻ തന്നെ പാടില്ല. ശിർക്ക് ചെയ്യുന്നവർ ഈ കഅബത്തെ കെട്ടാൻ കാരണമായ ആ തൗഹീദ് സ്ഥാപനവും ശിർക്ക് നിർമാർജനവും ഉണ്ടല്ലോ, ആ ശിർക്ക് ചെയ്യുന്നവർ ഇവിടെ കടക്കാൻ പാടില്ല എന്ന് കേൾക്കാൻ പോകുന്നത് പോലെ അള്ളാഹ് തീർത്ത് പറഞ്ഞതാണ്. അത് വേറെ കാര്യം. അതല്ലാത്ത തെറ്റുകൾ തന്നെ ഇവിടെ വരുന്നതായ ആൾക്കാരാവട്ടെ, ഇവിടെ താമസിക്കുന്നവരാവട്ടെ ചെയ്യാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം
والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. സത്യനിഷേധികളായ കാഫിരീങ്ങൾ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മസ്ജിദുൽ ഹറാമിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ വഴിയിൽ ജനങ്ങൾ വരുന്നതിനെ തൊട്ട് അവർ തടയുന്നു, മസ്ജിദുൽ ഹറാമിനെ തൊട്ടും അവർ തടയുന്നു. എങ്ങനെയുള്ള മസ്ജിദുൽ ഹറാമാണ്? ആ മസ്ജിദുൽ ഹറാം ഈ മക്കയിലുള്ള സ്ഥിരവാസികൾക്കും വിദേശികൾക്കും ഒരുപോലെ സമാവകാശമുള്ളതായ മസ്ജിദുൽ ഹറാമാണത്. തടയാനുള്ള അവകാശം ആർക്കുമില്ല. മുസ്ലിങ്ങൾക്ക് ആ സകലം സമാവകാശമുള്ള, ഇവിടെ വരുവാനും ഹജ്ജ് ചെയ്യുവാനും ഉംറ ചെയ്യുവാനും സമാവകാശമുള്ളതായ സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ് സത്യനിഷേധികൾ തടയുന്നു. വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും അന്യായമായിട്ട് ധർമ്മവിരുദ്ധമായ വല്ലതും ചെയ്താൽ, ചെയ്യാൻ പാടില്ലാത്തതായ പാപങ്ങൾ ചെയ്താൽ, നുദിഖുഹു മിൻ അദാബിൻ അലീം, കഠിന കഠോരമായ ശിക്ഷ അവനെ കൊണ്ട് ഞാൻ തീറ്റിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ശക്തിയായ ശൈലിയിൽ വാണിംഗ് നൽകിയിട്ടുമുണ്ട് എന്നത് മക്കയുടെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊണ്ടിരിക്കേണ്ടതായ ഭാഗമാണ്.